വൈകാരികതയുടെ ആത്മതലങ്ങളോട് ചേർന്നിരുന്ന മൈലാഞ്ചിക്കറകൾ ഹൃദയത്തോട് പറഞ്ഞ കുറേ കഥകളുണ്ട്. കൈപ്പത്തിയിൽ നിറഞ്ഞുനിന്ന് തക്ബീർ ധ്വനികളോടൊപ്പം ഉയർന്നു പൊങ്ങിയ ആ ഗന്ധത്തിനെ എന്തുകൊണ്ടോ ഹൃദയം വല്ലാതെ വാരിപ്പുണർന്നിരുന്നു. പെരുന്നാൾ അടുക്കാനാവുമ്പോഴേക്കും ഉപ്പ ചോദിക്കും, മൈലാഞ്ചി വാങ്ങണ്ടേ മോളെ, ഏതാ നമ്മൾ വാങ്ങുക എന്നൊക്കെ. എന്നേക്കാൾ തിരക്ക് അക്കാര്യത്തിൽ ഉപ്പാക്ക് തന്നെയായിരുന്നു. ഇത്താത്തയുടെ കല്യാണത്തിന് മുമ്പാകെ അവളായിരുന്നു മൈലാഞ്ചി ഇട്ടു തരിക. കൈ നിറയെ ഇത്ത വരച്ചു തരുന്ന ആ ചിത്രങ്ങൾക്കൊക്കെ എന്തോരം ഭംഗിയായിരുന്നു. അവളുടെ വിവാഹശേഷമുള്ള പെരുന്നാളുകൾക്ക് പിന്നെ എൻ്റെ വകയുള്ള കുത്തിവരകളായിരുന്നു. വരയ്ക്കാൻ തീരെ അറിയാത്ത എന്നെ ഉപ്പയും ഉമ്മയും നിർബന്ധിക്കും. മൈലാഞ്ചി കൊണ്ടു നിറച്ച എൻ്റെ കൈ കാണാനായിരുന്നു ഉപ്പാക്കിഷ്ടം. പെരുന്നാൾ തലേന്ന് വളരെ വൈകി വീട്ടിലെത്തുന്ന ഉപ്പാൻ്റെ മുന്നിൽ കൈ നിരത്തി വെക്കും. ഉപ്പ സന്തോഷത്തോടെ തിരിച്ചും മറിച്ചും നോക്കും. ആ കയ്യിലൊരുമ്മ തരും. മനസ്സ് മുഴുവൻ നിറഞ്ഞ ഒരനുഭൂതിയായിരിക്കും. അവിടെ മുതലാണ് മൈലാഞ്ചി കിസ്സകൾ തുടങ്ങുന്നത്. ചുവന്നു തുടുത്ത് എൻ്റെ കയ്യിൽ അവളങ്ങനെ ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളു നിറയും. പക്ഷേ 1.5 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ ചേർന്നു നിന്നിട്ടേയില്ല. കണ്ടിടത്തു നിന്നും മാറി സഞ്ചരിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. നാസാദ്വാരത്തിലേക്ക് അവളുടെ ഗന്ധം അടിച്ചു കയറുമ്പോഴേക്കും കണ്ണുകൾ നനവ് കൊണ്ട് അവയെ അകറ്റി നിർത്തുന്നത് പോലെ എങ്ങനെയൊക്കെയോ കാണാതിരിക്കാൻ ശ്രമിക്കുന്ന, പങ്കുവയ്ക്കാൻ കുറേ കഥകളുള്ള 2 പേർ. പണ്ട് മദ്രസയിൽ നിന്നും റഷീദ് ഉസ്താദ് പറഞ്ഞിരുന്നു, കല്യാണം കഴിഞ്ഞ സ്ത്രീകളും ചെറിയ കുട്ടികളുമാണ് മൈലാഞ്ചി ഇടുക എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംശയം ഉസ്താദിന് മുമ്പിൽ അവതരിപ്പിച്ചു. കല്യാണം കഴിയുന്നതുവരെ ചെറിയ കുട്ടികളും അത് കഴിഞ്ഞാൽ വലിയവരുമല്ലേ എന്നുള്ളത്. ഉസ്താദും കുട്ടികളും ഒക്കെ ചിരിച്ചു. അത്രക്കും മൈലാഞ്ചി ഇടാത്ത കൈകളുമായി ഏതൊരു പെരുന്നാളും കടന്നു ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മൈലാഞ്ചി ചുവപ്പ് കാണുമ്പോൾ മനസ്സ് നീങ്ങും. കൈ നിറയെ മൈലാഞ്ചി ഇട്ടിരുന്ന ഉള്ളം കൈകളിൽ മുത്തമിടാനും അതിൻ്റെ ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാനും ഉപ്പയില്ലാത്ത പെരുന്നാൾ രാവുകൾ. തക്ബീർ ധ്വനികളോടൊപ്പം കൽബിൻ്റെ ഇടനായികകൾക്കുള്ളിൽ ഓർമ്മകളോട് പറ്റിച്ചേർന്നിരുന്നു കുറേ നല്ല മൈലാഞ്ചി ചുവപ്പുകൾ കഥ പറഞ്ഞു തുടങ്ങി. ഭൂതകാലത്തിൻ്റെ സ്പന്ദനങ്ങൾ കാതോടു ചേർത്ത് വെച്ച് 1000 നിശ്വാസങ്ങൾ പുറപ്പെടുവിച്ച് ആത്മാവിൽ അതങ്ങനെ ആർത്തലച്ച് പെയ്യുന്ന പോലെ. രചന നദ അഫ്നാൻ വാഴക്കാട്. അവതരണം മജീദ് എറക്കോട്ട്.